നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോക്പാൽ ബില്ലും ലോകായുക്ത ബില്ലും സമാനമാണെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയത്. തീരുമാനം ഗവർണർക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടിയായപ്പോൾ സർക്കാരിന് വലിയ നേട്ടമായി. 2022 ഓഗസ്റ്റിൽ നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ മാസങ്ങളോളം പിടിച്ചുവച്ചതിനു ശേഷമാണ് ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം സുപ്രീംകോടതിയിലെത്തിയതോടെയാണ് ലോകായുക്ത അടക്കം 7 ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചത്. ലോകായുക്ത ബിൽ ലോക്പാലിന് സമാനമാണെന്ന് വിലയിരുത്തിയാണ് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ നിയമമാകുന്നതോടെ ലോകായുക്തയുടെ അധികാരങ്ങൾ നഷ്ടപ്പെടും. പൊതുപ്രവർത്തകർക്കെതിരെ ലോകായുക്ത പരാമർശമുണ്ടായാൽ രാജിവെക്കണമെന്ന് നിലവിലെ നിയമം. ലോകായുക്തയുടേത് മുഖ്യമന്ത്രിക്കെതിരായ വിധിയാണെങ്കിൽ നിയമസഭയ്ക്കും, മന്ത്രിക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും, MLA-മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്കും അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. ബില്ലിലെ രാഷ്ട്രപതിയുടെ അംഗീകാരം ഗവർണർക്കും പ്രതിപക്ഷത്തിനും തിരിച്ചടിയായി. ഗവർണറെ കുറ്റപ്പെടുത്തി മന്ത്രി P. രാജീവും EP ജയരാജനും രംഗത്തെത്തി. നിയമസഭയുടെ നിയമനിർമ്മാണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിയമം പാസാക്കി. ആ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്ന് പാർലമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ഒരു മോഡലായിട്ട് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കാം. സംസ്ഥാന നിയമസഭകൾക്ക് ഇതനുസരിച്ചോ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചോ നിയമം പാസാക്കാം. ലോകായുക്ത രാഷ്ട്രപതിയുടെ അംഗീകാരം കേരള ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ശരിയായ സമീപനത്തിനുള്ള ഒരു ജനകീയ അംഗീകാരമാണ്. കേരള നിയമസഭ പാസാക്കി കേരളത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമത്തെ യഥാവസര ജനങ്ങൾക്ക് അതിൻ്റെ ഗുണവശങ്ങൾ ലഭ്യമാകാതിരിക്കാനാണ് ഗവർണർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. VC നിയമനത്തിൽ നിർണായക മാറ്റം വരുത്തുന്ന സർവകലാശാല ഭേദഗതി ബില്ലാണ് രാഷ്ട്രപതി ഭവനിലുള്ള ബില്ലുകളിൽ ഇനി പ്രധാനം. ഈ ബില്ലിനും അംഗീകാരം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ സർക്കാർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.